ഉമാ തോമസ് എംഎൽഎയുടെ അപകടത്തിനിടയാക്കിയ നൃത്തപരിപാടി വിവാദത്തിൽ വീഴ്ച സംബന്ധിച്ച GCDയെ കൃത്യമായി പരിശോധന നടത്താതെ സൈറ്റ് എഞ്ചിനീയറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വീഴ്ച പരിശോധിക്കാൻ GCDA സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയോഗിച്ചു. GCDA എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി പ്രതിഷേധിച്ചു. ഉമാ തോമസ് എംഎൽഎ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തിൽ GCDAക്കെതിരെ ആരോപണം ഉയർന്നതിനിടെ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് ചെയർമാൻ ചന്ദ്രൻപിള്ള. പരിശോധന നടത്താത്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS ഉഷയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വീഴ്ച പരിശോധിക്കാൻ GCDA സെക്രട്ടറി നീതു വിജയനാഥിന്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയോഗിച്ചു. മൃദംഗഭൂഷന്റെ ഭാഗത്തു നിന്ന് ഈ നൃത്തപരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതരമായ പിഴവുകളുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. വളരെ വിശദമായൊരു എഗ്രിമെൻറ്റ് GCDA ഒപ്പുവച്ചിരുന്നത് ഞങ്ങൾ അപകടം നടന്നതിന് ശേഷമുള്ള മണിക്കൂറുകൾ തന്നെ പുറത്തുവിട്ടിരുന്നു. GCDAയുടെ ഭാഗത്തു നിന്ന് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനകത്ത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ആ ചുമതല നിർവഹിക്കേണ്ടത് വേണ്ടത്ര നിർവഹിച്ചു എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. ഭാവിയിലും ഇത്തരം പരിപാടികൾക്ക് സ്റ്റേഡിയം വിട്ടുനൽകാനാണ് GCDAയുടെ തീരുമാനം. എന്നാൽ നൃത്തപരിപാടിക്ക് അനുമതി നൽകിയ യോഗത്തിൽ താൻ പങ്കെടുത്തില്ലെന്ന് മേയർ M. അനിൽകുമാർ വ്യക്തമാക്കി. സംഘാടനത്തിൽ പിഴവുണ്ടെന്നും മേയർ ആവർത്തിച്ചു. ഗവൺമെന്റ് അന്വേഷണത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് വരാതെ അതിൽ പോലീസ് ഇൻവോൾവ് ആണല്ലോ. അതിനുശേഷമല്ലേ സമാന്തരമായി മറ്റൊരു ഏജൻസിക്ക് വിജിലൻസിന്റെ അന്വേഷണത്തിന് സാങ്കത്യമുള്ളൂ. അപ്പോൾ അത് ആവശ്യപ്പെടാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ നിയമപരമായി ഓരോ അന്വേഷണങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലോ. ഏതായാലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുക തന്നെ ചെയ്യും. വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി. GCDA ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കായികേതര ആവശ്യത്തിന് സ്റ്റേഡിയം വിട്ടുനൽകുന്നത് വഴിവിട്ട നീക്കത്തിലൂടെയാണെന്നാരോപിച്ച് കൊച്ചി സ്വദേശി ആഗസ്റ്റിൻ വിജിലൻസിന് പരാതി നൽകി. News 18 കൊച്ചി.